എന്തായാലും വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ എത്രമാത്രമാണ്, ഒപ്പം അവിടുത്തെ അവശേഷിക്കുന്ന സാങ്കേതികവും അല്ലാത്തതുമായ നടപടിക്രമങ്ങൾ എന്തൊക്കെയെന്നതാണ് സതീഷ് ഗോപി വിശദീകരിച്ചത്. അദ്ദേഹം മുമ്പ് ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ ഇടപെടൽ നടത്തിയ ഉദ്യോഗസ്ഥൻ കൂടിയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പ്രസക്തി വർദ്ധിപ്പിക്കുന്നതും. എന്തായാലും കേരളത്തിന്റെ വികസന സാധ്യതകൾക്കൊപ്പം വിഴിഞ്ഞവും കുതിക്കുകയാണ്. ആ പ്രതീക്ഷകൾ പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് കരുതാം. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം CPM രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചതാണ് PSC കോഴ ആരോപണം. കോഴിക്കോട് ജില്ലാ നേതൃത്വം ഇത് നിഷേധിച്ചെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ പാർട്ടി തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഇതിൽ CPM നടത്തുന്ന വിലയിരുത്തൽ ഇങ്ങനെയാണ്: PSC ജോലിയുടെ പേരിൽ പണം തട്ടാനാണ് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി ശ്രമിച്ചതെന്നാണ് CPMന്റെ കണ്ടെത്തൽ. PSC പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന വനിതാ ഹോമിയോ ഡോക്ടർക്ക് ഉന്നത ഇടപെടലിലൂടെ ജോലി ഉറപ്പാക്കുമെന്ന് പ്രമോദ് വാക്കു നൽകി. ഉയർന്ന റാങ്ക് ഉള്ളതിനാൽ മെറിറ്റിൽ തന്നെ ജോലി ലഭിക്കുമെന്നായിരുന്നു പ്രമോദിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ നിയമനത്തിനിടയിൽ ഒരു പട്ടികജാതി സംവരണം വന്നതിനാൽ പ്രമോദ് പണം വാങ്ങിയ ഡോക്ടർക്ക് നിയമനം പ്രതീക്ഷിച്ചതുപോലെ ലഭിച്ചില്ല. പ്രമോദ് നേരിട്ട് പണം കൈപ്പറ്റിയിട്ടില്ലെന്നും പൊതു സുഹൃത്തായ മൂന്നാമതൊരാൾക്ക് 20 ലക്ഷത്തിന്റെ ചെക്ക് നൽകുകയായിരുന്നുവെന്നുമാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. ജോലി ലഭിച്ചാൽ തന്റെ ശുപാർശ പ്രകാരമാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രമോദിന്റെ ശ്രമമെന്നും CPM ഇക്കാര്യത്തിൽ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യത്തിൽ ഈ വിവാദം അവസാനിപ്പിച്ച് പുറത്തേക്ക് വിവാദം കൊണ്ടുവരാനുള്ള ജാഗ്രതയിലാണ് CPM നേതൃത്വം ഇപ്പോൾ പോകുന്നത്. ഇതിനിടയിൽ ഈ CPMന്റെ ഏരിയ കമ്മിറ്റി യോഗത്തിലടക്കം ഈ വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, CPM ഈ കോട്ടൂളി ഈ വിഷയത്തിൽ വീഴ്ച വരുത്തി എന്ന വിലയിരുത്തൽ തന്നെ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഒഴിവില്ലാത്ത ഒരു PSC പണം കൊടുത്താൽ സ്വാധീനിക്കപ്പെടാൻ കഴിയില്ല PSC അംഗത്തിന്റെ ഒഴിവ് എന്നത് അറിയത്തന്നെ മറ്റൊരു നീക്കത്തിന് കോട്ടൂളി ശ്രമിച്ചു എന്നതാണ് CPM കണ്ടെത്തൽ. അതായത് ഫലത്തിൽ CPMന് ഗുരുതരമായ സംഘടനാ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പാർട്ടി കണ്ടെത്തൽ നടത്തുന്നില്ല. അതേസമയം പ്രമോദ് കോട്ടൂളിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന തരത്തിലേക്കാണോ CPM ഈ കാര്യത്തിൽ നടത്തുന്ന വിലയിരുത്തൽ? തീർച്ചയായും സഹിത്ത് ഇക്കാര്യത്തിൽ ആദ്യം പുറത്തു വന്ന വാർത്ത ഈ PSC അംഗത്തെ നിയമിക്കുന്നതിനായി കോട്ടൂളി പണം വാങ്ങി എന്നതാണ്. അതിനുശേഷം മന്ത്രി റിയാസ് അടക്കമുള്ളവരുടെ പേരുകൾ ഇക്കാര്യത്തിൽ പറഞ്ഞു. ഉന്നത സ്ഥാനങ്ങളിലുള്ള തനിക്കുള്ള ബന്ധം ഉപയോഗിച്ച് ഒരു PSC അംഗമായി ഈ വനിതാ ഡോക്ടർക്ക് നിയമനം നൽകാം എന്ന രീതിയിൽ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പാർട്ടി നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് PSC അംഗത്വമല്ല, PSC ജോലിയുമായി ബന്ധപ്പെട്ട് സ്വന്തം നിലയിലുള്ള തട്ടിപ്പ് ഈ പ്രമോദ് കോട്ടൂളി നടത്തി എന്നാണ്. സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ PSCയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളോ ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. PSC ജോലിയുടെ പേരിൽ 100% പണം തട്ടിപ്പിന് കോട്ടൂളി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഈ ആരോപണ വിധേയയായ അല്ലെങ്കിൽ ഈ പരാതിക്കാരി എന്ന് പറയുന്ന വനിതാ ഡോക്ടർ PSCയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. ഈ പട്ടികയിൽ ഉള്ളതുകൊണ്ട് തന്നെ മെറിറ്റിൽ തന്നെ ഈ ഡോക്ടർക്ക് ജോലി ലഭിക്കും എന്ന ഒരു കണക്കൂട്ടൽ ഉന്നത റാങ്കിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ ഇവർക്ക് ജോലി ലഭിക്കുമെന്ന ഒരു കണക്കൂട്ടൽ പ്രമോദ് കോട്ടൂളിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഇടപെടലൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തില്ല. എന്നാൽ ഈ റാങ്ക് പട്ടിക പുറത്തു വന്നപ്പോൾ ഈ മറ്റൊരു സംവരണം അപേക്ഷാർത്ഥി ഈ യാദൃച്ഛികമായി റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ഈ സ്ഥാനത്തേക്ക് കയറ്റപ്പെടുകയും ഈ വനിതാ ഡോക്ടർക്ക് ജോലി ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. നേരത്തെ തന്നെ ഈ ജോലി ലഭിക്കുമെന്ന് ഉറപ്പ് നൽകി 20 ലക്ഷം രൂപ പ്രമോദ് കോട്ടൂളി കൈപ്പറ്റിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് 20 ലക്ഷം രൂപ ചെക്കായി പ്രമോദ് നേരിട്ട് വാങ്ങുകയല്ല ചെയ്തത്. ഇവരുടെ ഒരു പൊതു സുഹൃത്തായ വ്യവസായിക്ക് ഈ ചെക്ക് നൽകുകയും അവിടെ നിന്ന് പണം കൈപ്പറ്റുകയുമാണ് ചെയ്തത്. എന്നാൽ പിന്നീട് ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പണം നൽകിയെങ്കിൽ പോലും ജോലി ലഭിക്കാത്ത സാഹചര്യം വന്നു. മറ്റേ ആളുകൾ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഇവർ രംഗത്തെത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിയുടെ വിലയിരുത്തൽ ഒരു നോ പെയിൻ നോ ഗെയിൻ ഗെയിം എന്ന രീതിയിൽ, അതായത് ഗുണവും ദോഷവുമില്ലാത്ത ഒരു കളി പ്രമോദ് കളിച്ചു എന്നാണ്. കാരണം ഈ അപേക്ഷാർത്ഥിക്ക് കൃത്യമായ യോഗ്യതയുണ്ട്, അവർ റാങ്ക് ലിസ്റ്റിൽ ഉന്നത സ്ഥാനത്തുള്ളതാണ്, അവർക്ക് ജോലി കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അവർക്ക് ജോലി കിട്ടിയാൽ അത് തൻ്റെ കഴിവ് കൊണ്ടാണ് അല്ലെങ്കിൽ തൻ്റെ ശുപാർശ കൊണ്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയവരിൽ നിന്നും പണം തട്ടാനുള്ള നീക്കം നടത്തി എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ആ പാർട്ടി നിലവിലെ വിവാദത്തിൽ സർക്കാരിനെയും ആ പാർട്ടിയെയും കൂടുതൽ സുരക്ഷിതമാക്കി പ്രമോദിലേക്ക് മാത്രം ഈ ആരോപണ മുന അല്ലെങ്കിൽ ഇതിൻ്റെ ശൈലിയിലേക്ക് പ്രമോദിനെ മാത്രം ഇടുക എന്നൊരു രീതിയിലാണോ ഈ കണ്ടുപിടുത്തം എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം PSCയുമായി ബന്ധപ്പെട്ട് അംഗങ്ങളെ കോഴ വാങ്ങി നിയമിക്കുന്നുവെന്ന് ആരോപണം വന്നാൽ അത് പാർട്ടിയെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള നിയമനങ്ങളാണോ കേരള PSCയിൽ നടക്കുന്നത് എന്ന ചോദ്യങ്ങൾ ഉയർത്തും. മറ്റൊന്ന്, ഈ പാർട്ടി
നൽകിയിട്ട് ഇടപെടലുകൾ നടത്തി, അതായത് ഈ PSC ജോലിക്കായി അല്ലെങ്കിൽ അഭിമുഖത്തിൽ കരകയറുന്നതിനായി ഇടപെടലുകൾ നടത്തി, PSCയെ സ്വാധീനിക്കാൻ നടത്തി എന്ന് പറഞ്ഞാൽ അത് PSCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും. കേന്ദ്ര ഏജൻസികളടക്കം ഒരുപക്ഷെ അന്വേഷണത്തിനായി പോലും കേരളത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ കോട്ടൂളിക്ക് പൈസ നൽകിയെങ്കിൽ പോലും ഒരു ഇടപെടലും നടത്താതെ എങ്ങനെയെങ്കിലും ജോലി കിട്ടിയാൽ അതിൻ്റെ ക്രെഡിറ്റ് തനിക്ക് തട്ടിയെടുക്കാം എന്ന ഒരു ധാരണയിൽ നിന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തലാണ് പാർട്ടി എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഒരു നിഗമനത്തിൽ പാർട്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ പ്രമോദിനോട് ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും പാർട്ടി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മറ്റന്നാൾ 13-ാം തീയതി കോഴിക്കോട് CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും. നിലവിൽ പാർട്ടി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളും ഒപ്പം പ്രമോദിന് നൽകാനുള്ള വിശദീകരണങ്ങളും ഈ പണം കൈമാറ്റപ്പെട്ട ആള് നൽകിയ പരാതിക്കാരി എന്നിവരുടെ വാദങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും കൂടി ചേർത്ത് പരിഗണിക്കും. അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ആ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇടപെടലുകളോ ഇല്ല. തികച്ചും ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു പണം തട്ടിപ്പിനുള്ള നീക്കമാണ് പ്രമോദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. സജിത്ത്, അനീഷ്, മറ്റൊരു കാര്യം കൂടി, ഇതിനിടയിൽ ഈ പരാതിക്കാരന് പണം തിരികെ നൽകി ഇത് സെറ്റിൽ ചെയ്യാൻ പ്രമോദ് കോട്ടൂളി ശ്രമം നടത്തിയെന്നോ അതോ പൂർത്തിയായെന്നോ അത്തരം ചില അഭ്യൂഹങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടോ? ഇക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? കാരണം പരാതിക്കാരൻ ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല എന്നൊരു പശ്ചാത്തലം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ടല്ലോ. സജിത്ത്, നമ്മൾ നേരത്തെ തന്നെ മിനിഞ്ഞാന്ന് തന്നെ ഈ പണം നൽകി സെറ്റിലായി കഴിഞ്ഞതാണ്. കാരണം ആ സഭയിൽ ഈ വിഷയം ചർച്ചയാവുന്ന സമയങ്ങളിലൊക്കെ CPM ജില്ലാ സെക്രട്ടറി മോഹൻ മാഷ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു, ഇത്തരമൊരു പരാതി തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അറിവില്ല. അതായത് PSC അംഗമാവാൻ കോഴ നൽകി എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അതിനോട് കൃത്യമായി തന്നെ അവർ പ്രതികരിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ പാർട്ടിയുടെ വിലയിരുത്തൽ. കാരണം PSC അംഗമാകാൻ ഒരു തരത്തിലുമുള്ള കോഴ നടക്കില്ല, അങ്ങനെ ഒരു വിലയിരുത്തലുമില്ല. അതേ ദിവസം തന്നെയാണ് ഈ പ്രമോദ് കോട്ടൂളി ആ പണം മടക്കി നൽകിയത്. ആ പണം മടക്കി ലഭിച്ചു എന്ന് ഈ ലേഡി ഡോക്ടറുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങളിൽ നിന്നും വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ പോലീസും മറ്റുമൊക്കെ ഈ കുടുംബത്തിന്റെ മൊഴിയെടുത്തു എന്ന തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതൊക്കെ പൂർണ്ണമായും പോലീസ് തള്ളുകയാണ്. അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള പരിശോധനകൾ പോലീസ് ആരംഭിച്ചിട്ടില്ല. ഒരു യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയുടെ പരാതിയാണ് ഇതിനകം ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന പരാതി. അതുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം. കാരണം ആ പരാതിക്കകത്ത് ഏത് ഡോക്ടറാണ് കൈക്കൂലി നൽകിയെന്നില്ല, അല്ലെങ്കിൽ ഏത് തസ്തികയിലേക്ക്, അങ്ങനെ കൃത്യമായ വിവരങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ശൂന്യതയിൽ നിന്ന് ഒരു അന്വേഷണം തുടങ്ങാൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നു. തീർച്ചയായും ആ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയുടെ മൊഴിയൊക്കെ എടുത്ത ശേഷമാവും അക്കാര്യത്തിൽ മുന്നോട്ട് പോവുക. എന്തായാലും പണം മടക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരാതിയുമായി ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ ആ കുടുംബത്തിന് ഒരു താല്പര്യവുമില്ല. ഒപ്പം ഇത്തരമൊരു ആരോപണം പുറത്തേക്ക് വന്ന് ആ കുടുംബം ഇതിലേക്ക് വരികയാണെങ്കിൽ അവർ തന്നെ ഒരുപക്ഷെ കേസിലെ ആദ്യ പ്രതിയാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാരണം ഒരു ജോലി ലഭിക്കുന്നതിനായി കൈക്കൂലി നൽകുക എന്നതും ഒരു കുറ്റകരമാണ്. അത് പ്രത്യേകിച്ച് PSC പോലൊരു ജോലി ലഭിക്കുന്നതിന്. അതുകൊണ്ട് ആ കുടുംബത്തിന് യാതൊരു താല്പര്യവും ഇല്ല. ഒരു തരത്തിലുമുള്ള ആശയവിനിമയങ്ങളും അവർ പുറത്തുനിന്നും ആരുമായി നടത്തുന്നില്ല. നമ്മളടക്കം പലരും അവരുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പ്രതിപക്ഷം നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ ആരുമായിട്ടും യാതൊരു ആശയവിനിമയം നൽകാതെ ഒരു പരാതിയും നൽകാനില്ല എന്ന കൃത്യമായ നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സജിത്ത്, യെസ്, അതാണ് അനീഷ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ PSC കോഴ വിവാദം ആ വിവാദം അവസാനിപ്പിക്കാനാണ് CPM കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. പ്രമോദ് കോട്ടൂളിയുടെ വിവാദത്തിൽ CPM നടത്തുന്ന വിശദീകരണവും അങ്ങനെ തന്നെയാണ്. എന്തായാലും പ്രമോദ് കോട്ടൂളിക്കെതിരെ സംഘടനാ തലത്തിലുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. അതെങ്ങനെ ഉണ്ടാകുമെന്ന കാര്യവും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അറിയാം.